പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിൽ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധമാണ് സിപിഎം സംഘടിപ്പിച്ചത്. ഇപ്പോൾ കോട്ടയത്ത് എൽഡിഎഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. ഇനി കണ്ണൂരിലടക്കം ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. കണ്ണൂരിൽ നിന്നും സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, നിലവിൽ എങ്ങനെയാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? എന്തായാലും ഒരു പകപോക്കലിനായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന കേന്ദ്രത്തിനെതിരെയും ബി.ജെ.പിക്കെതിരെയും അടക്കം ശക്തമായ പ്രതിഷേധവുമായാണ് നേതാക്കൾ അടക്കം രംഗത്ത് വരുന്നത്. എങ്ങനെയാണ് നിലവിൽ കണ്ണൂരിലെ പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമ, കണ്ണൂരിലും അതിശക്തമായ പ്രതിഷേധത്തിനാണ് ഇന്ന് LDF നേതൃത്വം നൽകിയത്. കാൾടെക്സ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ഇവിടെ സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, സംസ്ഥാന സമിതി അംഗങ്ങളായ P ശശി, N ചന്ദ്രൻ, P ജയരാജൻ ഉൾപ്പെടെയുള്ള TV രാജേഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ LDF-ന്റെ ഘടകകക്ഷി നേതാക്കന്മാരും CPI നേതാവ് CN ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമാണ് ഈ ഒരു പ്രതിഷേധ റാലിക്കും പൊതുയോഗത്തിനും നേതൃത്വം നൽകിയത്. ഇന്നലെ കണ്ണൂരിൽ പിണറായിയുടെ വീട്ടിൽ ഈ റെയ്ഡ് നടക്കുന്ന സമയത്തും കണ്ണൂർ ജില്ലയിലെ അതിശക്തമായ പ്രതിഷേധം കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി LDF-ന്റെ ഈ ഒരു പ്രതിഷേധ റാലിയും ഈ പൊതുയോഗവും കണ്ണൂരിൽ നടന്നത്. നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് പിണറായിയെ വേട്ടയാടാൻ ഇഡിക്കും അതോടൊപ്പം തന്നെ VD സതീശനും കേന്ദ്ര സർക്കാരിനും വിട്ടുകൊടുക്കില്ല, LDF ഇടതുപക്ഷം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് കണ്ണൂരിലും ഉണ്ടായത്. ഉമ.